തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ദിവസം ബലിതർപ്പണത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്രഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. 24-ന് വ്യാഴാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്ര മുൻവശത്തുള്ള കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കർമ്മികളുടെ നേതൃത്വത്തിലായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കയാർത്തയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുരോഹിതൻ രാജേന്ദ്ര അരളിത്തായിയുടെ കാർമ്മികത്വത്തിലായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക. ഭക്തജനങ്ങളുടെ തിരക്ക് ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ബലിതർപ്പണത്തിനുള്ള രശീതുകൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്ര വെബ്സൈറ്റ് വഴിയും രശീതുകൾ ഓൺലൈനായി ചെയ്യുവാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ 5 മണി മുതൽ 8 മണി വരെ വഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാക്കും. യാത്രാക്ലേശം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ നിലവിലുള്ള സർവീസിന് പുറമെ കൂടുതൽ ബസ് സർവീസ് നടത്തണമെന്ന് KSRTC അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, ഭജന സമിതി എന്നിവരുടെ സേവനവും ലഭ്യമായിരിക്കും. കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കടൽക്ഷോഭമുള്ളതിനാൽ ഭക്തജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഏകദേശം 25,000 ആൾക്കാരോളം ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ അവിടെ എല്ലാ വർഷവും സന്നിഹിതരാണ്. അപ്പോൾ അതിനു വേണ്ടുന്ന വിപുലമായ ഒരുക്കങ്ങളാണ് ട്രസ്റ്റ് ബോർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബലി തർപ്പണത്തിന് വേണ്ടുന്ന റെസീറ്റ് നമ്മൾ ഒരു ആഴ്ച മുമ്പേ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ തീരുമാനം. അതായത് ഈ ക്യൂ സിസ്റ്റം കുറേ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എന്നുള്ള നിലക്കാണ് അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ക്യൂ വന്നിട്ട് വലിയ ഇതാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്ക് രാവിലെ വിവിധ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു ലഘുഭക്ഷണം നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യുവാൻ വേണ്ടി അത് കോസ്റ്റ് ഗാർഡ്, അതുപോലെ തന്നെ പോലീസ്, ഹെൽത്ത്, ഇത്തരം ആൾക്കാരുടെ സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ T. രാജേഷ്, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ നായർ, പാരമ്പര്യ ട്രസ്റ്റി അംഗങ്ങളായ മേലത്ത് സത്യനാഥൻ നമ്പ്യാർ, ഇടയില്ലം ശ്രീവത്സൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.